നീ എന്തു ഈ പറയുന്നേ? അതൊന്നും വേണ്ട. അല്ലാതെ പിന്നെ ഞാൻ എന്ത് റിവെഞ്ച് എടുക്കാനാ? തല്ലി തോപ്പിക്കാൻ എനിക്ക് പറ്റുമോ? അങ്ങോട്ട് കേറിക്കോടെ. ഏജയുടെ ആദ്യത്തെ അടിയിൽ തന്നെ നീ ഡെഡ് ആകും. അത് വിടു റിച്ചി. ഫിസിക്കലി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവര് ഭയങ്കര സ്ട്രോങ് ഗ്യാങ് ആണ്. വേറെ ടീനേജർ ആയിട്ടുള്ള നീ 5-10 പേരെ കൂടിപ്പോയി അടിച്ചിടും. അല്ലാതൊന്നും നടക്കാൻ പോണില്ല. സോ ബുദ്ധിപരമായി വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. അതില്ലല്ലോ. പിന്നെ ഒരു കാര്യം പറയാം റിച്ചി. ഏജയുടെ കണ്ണുവെട്ടിച്ച് നിനക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. നീ വല്ല വേണ്ടാത്തീനും കാണിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പണി വാങ്ങാൻ നിൽക്കല്ലേ. കേട്ടിടത്തോളം അങ്ങേർക്ക് ഒന്നിനെ പേടിയില്ല, ഇഷ്ടവും ഇല്ല. അല്ലേലും അങ്ങേർക്ക് കുറച്ച് അഹങ്കാരം കൂടുതൽ. അങ്ങേരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അങ്ങാരെ വിചാരം. അതുകൊണ്ടാ ഞാൻ ഈ പ്ലാൻ പറഞ്ഞേ. എടാ ഇത് വേണ്ടടാ. ഒന്നുമില്ലേലും അങ്ങേർക്കും ഫീലിങ്സ് ഒക്കെ കാണില്ലേ? അപ്പൊ ഞാനോ? എനിക്കില്ലേ ഈ പറഞ്ഞ സാധനം? എടാ അതും ഇതും തമ്മിൽ വ്യത്യാസം ഇല്ലേ? എന്ത് വ്യത്യാസം? അയാളുമായി എല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടും എനിക്ക് പണി തരാൻ വേണ്ടി അയാൾ എന്നെ കെട്ടി. അത് ഞാൻ പഠിക്കേണ്ട പ്രായത്തിൽ. പിന്നെ നിന്റെ പഠിപ്പ് മുടങ്ങിയൊന്നും ഇല്ലല്ലോ. നിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങേര് നേരത്തെയിലും ഉഷാറായി ചെയ്തു തരുന്നില്ലേ? വന്നു നിങ്ങൾ രണ്ടും അങ്ങേർക്ക് സപ്പോർട്ടാട്ടോ. എടാ ഞങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുംടാ. എന്നാലും ഇത്രയൊക്കെ വേണോ? നീയല്ലേ മുൻപ് പറഞ്ഞ് അങ്ങേര് മനുഷ്യവർഗത്തിൽ കൂട്ടാൻ പറ്റൂലെന്ന്. സോ ഇതൊന്നും അയാൾക്ക് അത്ര കുത്തനെയുള്ള കാര്യമാവില്ല. എടാ എന്നാ നാളെ കാണാം. ഞാൻ എന്താ ചെയ്യുക എന്ന് ഒന്ന് ആലോചിക്കട്ടെ. ഇവനാ ഏജയുടെ കൈകൊണ്ട് തീരാനാ യോഗം എന്നാ തോന്നണേ. കെട്ടിയുണ്ട് കൈകൊണ്ട് കെട്ടിയുണ്ട് അവനും എന്തിയും എന്ന ന്യൂസ് ഹെഡ്ലൈൻ വരാതിരുന്നാ കൊള്ളാം. റിച്ചാർഡ് പോയി വണ്ടിയെ കയറ. ഈ ജൂയി അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ അവനൊന്നും പറ്റിയില്ല. അറ്റാക്ക് ചെയ്തവനെ എനിക്ക് വേണം. ഞാനിപ്പോ തന്നെ വീട്ടിലോട്ട് വരാം. റിച്ചാർഡ് നീ ഓക്കെ അല്ലേ? തൊട്ടു പോവരുത് തന്നെ. റിച്ചി തന്റെ തലവട്ടം കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ പ്രശ്നങ്ങള്. എനിക്ക് മടുത്തു. അതിന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഓ അതാണോ തന്റെ സങ്കടം? എന്നോട് റിവെഞ്ചിന് വേണ്ടി കൊണ്ടുവന്നല്ലേ? അപ്പൊ എന്തും ആകാമല്ലോ അല്ലേ? ഞാൻ ചത്താലും തനിക്കൊന്നുമില്ലല്ലോ. ഒച്ച കുറച്ച് സംസാരിക്കേ. റൂമിൽ പോവാം. ഓ ഇവിടെ ഉള്ളവര് കേൾക്കുമെന്നോർത്ത് പേടിച്ചിട്ടാണോ? എനിക്ക് പേടിയൊന്നുമില്ല. നമ്മുടെ ഇടയിൽ ആരും തലവെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏജ് വീട്ടിലാരും ഇല്ല. അവരെല്ലാം പുറത്തു പോയേക്കുവാ. റിച്ചാർഡ് ഐ നോ. ഇന്ന് സംഭവിച്ചത് നീ പേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. നിന്നെ ആരും ഉപദ്രവിക്കില്ല. അപ്പൊ താനോ? തന്നിൽ നിന്നൊരു മോചനം. അത് ഞാൻ ആരോട് സഹായം ചോദിക്കും? റിച്ചാർഡ് ഇതിന് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. വേണ്ട. ഒരു കാരണമില്ലാതെ മരിക്കാൻ വയ്യാത്തോണ്ട് പറഞ്ഞു പോയതാ. റിച്ചാർഡ് നീ എന്തൊക്കെ പറയുന്നേ? നിന്നെ കൊലക്ക് കൊടുക്കാനല്ല ഞാനിവിടെ കൊണ്ടുവന്നേ. എനിക്ക് ഈ കൊലയൊന്നും ശീലമില്ല. മുന്നോട്ട് പരിചിതം ആയിക്കോളൂല്ലോ. റിച്ചാർഡ് ഏജാവൻ പേടിച്ചെന്നാ തോന്നണേ. അതാ. അതൊന്നുമല്ല. അവനൊരു നോർമൽ ലൈഫാണ് ഇഷ്ടം. ഇതൊക്കെ അവന് പുതുമയായോണ്ട് അതിന്റെ ഫ്രസ്ട്രേഷന്. ഈ ചുരുങ്ങിയ ടൈം കൊണ്ട് നീ അവനെ മനസ്സിലാക്കിയോ? ജീഗോ ഞാൻ തീരുമാനിച്ചു. ഏജക്കിട്ട് ഞാൻ ഉറപ്പായും പണിയും. അവനെ ഞാൻ കരയിപ്പിക്കും. ഏജെ ഐ എം സോറി. എന്തിന്? നേരത്തെ അങ്ങനൊക്കെ സംഭവിച്ചപ്പോ ഞാൻ എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറഞ്ഞതാ. ഓക്കെ, അതിന് സോറി പതിവില്ലാത്തതാണല്ലോ. അത് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഞാൻ നിന്റെ തലയിൽ കൂടി ഇപ്പൊ ട്രെയിൻ ഓടുവാന്ന് എനിക്ക് മനസ്സിലായി. നീ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. പിള്ളേരെന്തിയെ? അവര് വന്നോളും. ചാച്ചൻ കഴി. ഗുഡ് മോർണിംഗ് ചാച്ച. ഗുഡ് മോർണിംഗ്. എന്താടാ നീ ഗുഡ് മോർണിംഗ് പറയാറില്ലേ? അത് ഗുഡ് മോർണിംഗ്. ചുമ്മാ പറഞ്ഞതാടാ. നീ ഇരി. മരിയെ പിള്ളേർക്ക് വിളമ്പി കൊടുക്ക്. മോനെ, ഇന്നലെ റിച്ചാർഡിനെ ആരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെന്ന് അറിഞ്ഞല്ലോ. അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം?
എല്ലാം വരുത്തി വെക്കുന്ന നീയല്ലേ. അപ്പൻ എന്താ? എനിക്കൊന്നുമില്ലടാ, എന്റെ കയ്യിലിരിപ്പോണ്ട ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നേ. പോൾ, മതിയാക്ക്. അല്ലേലും ഈ വീട്ടിൽ എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലല്ലോ. എല്ലാ ചാച്ചനും കൊച്ചുമോനും കൂടെ അല്ല തീരുമാനിക്കുന്നേ. അതേടാ, ഞങ്ങള് തന്നെ തീരുമാനിക്കുന്നേ. നിനക്ക് വേണേ നിന്നാ മതി, ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. നീ എവിടെ ഇരി മരിയേ, വേണ്ടവര് കഴിച്ചാ മതി. മക്കള് കഴി. മോനിത് കണ്ട് വെറി ചെയ്യണ്ട. ഇവൻ ഇടയ്ക്ക് ഇങ്ങനെ കാര്യാക്കണ്ട. ഹബ്ബി, ഇന്ന് വൈകുന്നേരം ഷോപ്പിങ്ങിന് എനിക്ക് പോണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ? എന്തായിരുന്നു ഇന്ന് കഴിക്കാൻ നേരം? എന്ത്? ഒന്നുമില്ലേ? അത് പിന്നെ താനല്ലേ പറഞ്ഞേ അവരെ മുന്നേ അഭിനയിക്കണമെന്ന്. ഹോ, നിനക്ക് അഭിനയിക്കാനൊക്കെ അറിയല്ലേ ചെറുതായി? അതെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? എവിടെയെങ്കിലും പോകുമ്പോ, അതായത് എന്നെ കൊണ്ടുപോകുമ്പോ താനും ഞാനും മാത്രം മതി, വേറെ ആരും വേണ്ട. ഞാൻ വൈകുന്നേരത്തെ കാര്യം കൂടാ പറഞ്ഞേ. അതെന്താ? ഹലോ, താനല്ലേ എന്റെ കെട്ടിയോ? തനിക്ക് ഒറ്റയ്ക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെന്തിനാ ബാക്കിയുള്ളവരുടെ ആവശ്യം? സോ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ബാക്കിയുള്ളവരെ കൊണ്ടുവരണ്ട, മനസ്സിലായോ? പ്രൈവറ്റ് സ്പേസും അതൊക്കെ എപ്പോ തൊട്ട്? എന്തേ? റിച്ചാർഡ് കോളേജെത്തി. ബൈ. എന്താണ് മോനെ അവനൊരു മാറ്റം? മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. ഇതിനെ അവന്റെ വല്ല കുതന്ത്രമാണോ? അല്ല, ഐറ്റം അതാണേ. നീ വണ്ടി എടുക്കും. ഹായ്. ഡോ, താനെന്താ ഇവിടെ? ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. എനിക്ക് വേണ്ടിയോ? തനിക്കെന്താ വയ്യേ? ഹേയ്, കുഴപ്പമൊന്നുമില്ല. രാവിലെ ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറി. ഷോ, എന്റെ ചെക്കന് എന്നോട് എന്തൊരു കെയറിങ്ങാ. താനൊന്ന് പൊക്കെ, ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതാ. ഞാനെടുത്ത പ്രൊഫസറാണ്. ബിഹേവ് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഒഴിവ് സമയത്ത് വരാമല്ലോ അല്ലേ? തനിക്ക് ഒരു തവണ പറഞ്ഞ മനസ്സിലാകൂലേ? തന്റെ ശല്യം സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ആ കഫേ പോക്ക് നിർത്തിയേ. ഇപ്പൊ അതാ ഇവിടെ വന്നേ. എന്ത് ചെയ്യാനാ, ട്രൂലബായി പോയില്ലേ. ട്രൂലബ് ഒലക്കയുടെ മൂട്. തനിക്ക് എന്നെ പറ്റി എന്തറിയാം? ഒരാളെ പറ്റി ഒന്നും അറിയാതെ എങ്ങനെയാണോ സ്നേഹിക്കുക? അതിന് നീ ഒരു അവസരം താ. ഞാൻ നിനക്ക് അനുയോജ്യനാണെന്ന് നിനക്ക് തോന്നുമ്പോ നീ എന്നോട് തിരിച്ചിഷ്ടം പറഞ്ഞാ മതി. പക്ഷെ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാതിരുന്നോടെ. വിക്കി, ലുക്ക് അറ്റ് മൈ ഐസ്. നീ കാണുന്നില്ലേ എന്റെ കണ്ണിലെ പ്രണയം? വിക്കി, ഇതിലൊന്നും നീ വീഴാൻ പാടില്ല. താനൊന്ന് പോയി, എനിക്ക് ക്ലാസ് ഉണ്ട്. വിക്കി, ആരാടാ നിന്നെ വിട്ടെ? പറയടാ. ഏജാണ് ചോദിക്കുന്നെങ്കി നീ കൊറേ വേർക്കും മോനെ. അതുകൊണ്ട് പറയുന്നതായിരിക്കും നല്ലേ. ഇനി നിന്നെ ആരേലും പിടിച്ച നീ നിക്കോളാസിന്റെ പേര് പറഞ്ഞാ മതി. പറയടാ. പറയാം, ഞാൻ പറയാം. നിക്കോളാസ് പറയട്ടെ ഞാൻ വന്ന്. അവനെന്താ പറഞ്ഞേ? ഏജയുടെ ഹസ്ബൻഡിനെ കൊല്ലാൻ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ? ഇത് മതിയടാ. ആദ്യത്തെ ഷൂട്ടിൽ തന്നെ അവൻ ക്ലോസ് ആയി. ഇവനെ പോലുള്ള തന്തയില്ലാത്തമാര് കാരണം എനിക്ക് അവനെ പുറത്തെടുക്കാൻ പോലും പറ്റണില്ല. ഹേയ്, നമ്മളിൽ ആരേലും ഒക്കെ എപ്പോഴും അവനെ നോക്കാനുണ്ടല്ലോ. അത് കോളേജിന്റെ പുറത്തല്ലേ. അകത്ത് ആര് കേറാനാടാ? ഡാ നിക്ക്, നീ ഇതെങ്ങോട്ടാ? എന്റെ വൈകിട്ടത്തെ ഷെഡ്യൂൾ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തത്. എനിക്ക് റിച്ചിനെയും കൊണ്ട് പുറത്തു പോകണം. എന്താ? റിച്ചാർഡ് മാറി റിച്ചി എന്നൊക്കെ ആയോ? അതാണ് ഇപ്പോഴത്തെ വിഷയം. ഡാ, നീ ടെൻസ്ഡ് ആണോ? അതോ അവന് വേണ്ടി? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ശത്രുക്കളുടെ കൈകൊണ്ട് മരിക്കാനല്ല ഞാൻ അവനെ കെട്ടിയത്. മരിക്കാനുള്ള തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. എന്താ വേണ്ടേന്ന് എനിക്കറിയാം. സാറിനെന്തു പറ്റി? കാണാത്തൊരു ഭാവം. അത് പ്രേമത്തിന്റെ. അതെയല്ലേ, ഇപ്പൊ അധികം ഇങ്ങോട്ട് കാണാറില്ല.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് തനിയെ ഇരുന്ന് ചിരിക്കുന്നതാണ്. ഇതെല്ലാം അപ്പോ അതിന്റെ ലക്ഷണങ്ങളായിരുന്നു. അതിന്റെ ഒന്നും അല്ലടാ. ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ ഭ്രാന്തെന്നാ പറയണേ. അത് തന്നെ. പോയി പണിയെടുക്കടാ. Hello, it's nice to meet you. Can you tell me where I am? I don't know how I got here, but I think I'm starting to understand. I don't belong among the angels, and maybe that's just fine with me. The things I did up there were high school, but now I'm going for my degree. Hey, sorry, but you just got in my way. I promise, honey, I can feel your pain, and maybe I enjoy it just a little bit. That makes me insane. Haven't been the same since I expired. Doesn't mean that I plan to retire. And now I have the power to bathe all of you in entertaining fire. Nice move, Richard. Thank you, sir. Hey, ഇന്ന് ഇതെന്താ താനിവിടെ? തന്നെ കാണാൻ ക്ലാസ് ഒന്നുമില്ല ഡ്യൂഡ്. ഹേയ്, ഫ്രീ ആയിപ്പോ. താൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുമല്ലേ? ചെറുതായോ? എന്നിട്ടാണോ സ്കൂൾ ടീം ക്യാപ്റ്റനൊക്കെ ആയേ? ഹേയ്, ഹൗ ഡിഡ് യു നോ? അത് ഡ്യൂഡ്, ആർ യു സ്റ്റോക്കർ? ഹേയ്, നോ റിച്ചാർഡ്, അങ്ങനൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അത് നോർമലായിട്ടുള്ള കാര്യല്ലേ? എന്താന്ന്? ഡാ റിച്ചി, ഇയാളേതാ? എന്താണ്? എനിക്ക് നിന്നോട് തനിയെ സംസാരിക്കണം. ഹോ, ഞാനങ്ങ് പോയേക്കാം. അതാ നല്ലേ. ഹേയ്, ചുമ്മാ ഇരിയടാ. അത് കുഴപ്പമില്ല റിച്ചി, ഞാൻ പോയേക്കുവാ. പിന്നെ കാണാം. ഏതാടി വധൂരി? അത് സീനിയറാടാ. പോരാത്തതിന് ഏജയുടെ ഫ്രണ്ടിന്റെ ബ്രദറാ. ഓ, എല്ലാത്തിനെയും നമ്പണ്ട. ഇങ്ങനെ സീനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നിനക്കങ്ങ് ബോധിച്ചെന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനൊന്നും ഇല്ലടാ. എന്തായാലും അങ്ങേർക്ക് നിന്നെ നന്നായി ബോധിച്ചെന്ന് മനസ്സിലായി. റിച്ചാർഡിൽ നിന്ന് റിച്ചിയിലേക്കുള്ള ദൂരം അതത്ര പന്തിയല്ല. മതി, നീ വന്ന കാര്യം പറ. അതൊന്നുമില്ല, വൈകിട്ട് മൂവിക്ക് പോയാലോ? ഞാനല്ലടാ, വൈകുന്നേരം ഷോപ്പിംഗ് ഉണ്ട്, അതും എന്റെ കെട്ടിയവന്റെ കൂടെ. എടാ, നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? അല്ലാതെ പിന്നെ അയാളെ ഞാനിങ്ങ് സ്നേഹിച്ച് കൊല്ലാൻ പോവാ. അവസാനം തലയിലാവരുത്. എടാ, കക്കാൻ അറിയാമെങ്കിൽ നിക്കാനും റിച്ചാർഡിനറിയാം, തമ്പുരാനറിയാം. എന്താണ് ഇന്ന് പതിവില്ലാതെ തന്റെ മുഖത്തൊരു പ്രസരിപ്പ്? ഏയ്, ഒന്നുമില്ല. ആദ്യമായിട്ടാ ഞാനിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ പോണേ. ഇനി അങ്ങോട്ട് നിനക്കെല്ലാം പുതിയതായിരിക്കും റിച്ചാർഡ്. തനിക്കും. എന്താ? ഹേയ്, ഒന്നുമില്ല. வா என் வெள்ள நிலவே உன் கூட வரவே என் நெஞ்சுக்குள்ள ஆசை புள்ள நீ ஒரு பஃப கடிச்சு என் ஆட்டம் அடிச்சு முழுங்கி புட்ட നിനക്ക് എന്ത് വേണേലും പർച്ചേസ് ചെയ്യാം. അയ്യോ, എന്നെ ഇങ്ങനെ വഷളാക്കല്ലേ. உன்னை போல ஒரு தேவதை பார்த்ததில்ல வானவில் ഇത് കൊള്ളാല്ലേ? காணவில்லை നന്നായിട്ടുണ്ട്. ഏതടി ഹാൻസം? ഒന്ന് മുട്ടി നോക്കിയാലോ? വേണോ? ഹായ് ഡിയർ, ക്യാൻ ഐ ആസ്ക് യു എ ഫേവർ? ഇതിലേതാ എനിക്ക് നല്ലതെന്നൊന്ന് ചൂസ് ചെയ്ത് തരാമോ? എനിക്കിതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല, അതുകൊണ്ട് ഏതെങ്കിലും ചൂസ് ചെയ്ത സ്ഥലം വിടാൻ നോക്ക്. അത് സാരല്ല, തനിക്കിപ്പോ തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് പറയാൻ ഞാൻ ആരെന്നറിഞ്ഞാലേ പൊന്നുമോള് പോകത്തുള്ളോ? ചെറുക്കാതൊക്കെ നീ ഒരു കൊച്ചുണ്ടായിട്ട് അവനെ വിളിച്ചാൽ മതി. വന്ന ടൈം തൊട്ടേ നീ കുറുകാൻ തുടങ്ങിയതാ. മര്യാദക്ക് പൊക്കോ, ഇല്ലേ തള്ളേന്നോ? എടോ, എന്തേ കൂട്ടിയിട്ട് വന്ന് അറിയില്ലെന്ന് കരുതിയോടി? ഷോപ്പിൽ കിടന്ന് അടിയുണ്ടാക്കാൻ പാടില്ല, പുറത്തു പോ. എടി, ഒരു പ്രശ്നത്തിന് പോവണ്ട, കണ്ടിട്ട് പന്തിയായിട്ട് തോന്നുന്നില്ല. വാ പോവാം. എല്ലാവരുടെയും കണ്ണ് തന്റെ മോന്തൊക്കെ, ഇവിടെ വേറെ ആരും ഇല്ലാത്ത പോലെ. എന്താ ചിരിക്കുന്നേ? ജലസിക്ക് മെഡിസിൻ അല്ല റിച്ചാ. ഓ, അത് എനിക്ക് ഇങ്ങനൊരു വേർഷൻ കൂടെ ഉണ്ടല്ലേ. അത് പിന്നെ ബട്ട് ഐ ലൈക്ക് ഇറ്റ്. വാ, അടുത്തതിലേക്ക് പോവാം. ഇഷ്ടപ്പെടണമല്ലോ, അത് തന്നെ എനിക്കും വേണ്ടത്. ഏജേ, താനൊരു ഈസി ടാർജറ്റ് അല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടും.
ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്യണോ? അതേലോ, എനിക്ക് കാണാൻ ഞാൻ എന്താ ഷോ പീസോ? ഇത് പീസാണ്, ബട്ട് അതെനിക്ക് മാത്രം കാണാനുള്ളതാണെന്നേ ഉള്ളൂ. ഇതെങ്ങനുണ്ട്? കൊള്ളാം. നെക്സ്റ്റ്. ഇതോ? ഇതെന്താ ഫ്രോക്കാ? നെക്സ്റ്റ്. താനെന്താ കൊരങ്ങ കളിപ്പിക്കുവാണോ? ഹേയ് അല്ല, പോയി ചെന്നിട്. ഇതോ? ഇതെന്താ, ഞാൻ വല്ല യുദ്ധത്തിനും പോവാണോ? ചിരിക്കണ്ട. നെക്സ്റ്റ്. ഇതിനൊരു അന്ത്യമില്ലേ കർത്താവേ. അതെ, ഒന്ന് വരാമോ? സീരിയസ് ആയിട്ടാണോ? അതേന്നെ, ഈ ചെയിനൊന്നും ഇട്ടതാ, എനിക്ക് കയ്യെത്തുന്നില്ല. ഓക്കെ. ഇട്ടോ? ഏച്ചേ, വെറുതെ എന്നെ ടീസ് ചെയ്യരുത്. പ്രോക്കായിട്ട് അടങ്ങിയിരിക്കാനും മാത്രം നല്ലവനൊന്നും അല്ല ഞാൻ. ഞാനും അതന്നെ. അവന്മാര് പറഞ്ഞത് ശരിയാ, തന്നെ കാണാനൊരു ചന്തൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ ഇത് ശ്രദ്ധിച്ചില്ല. ഇതിന്റെ പുറം ഭാഗത്തൊന്നും തുണിയില്ലല്ലോ. ഇതൊക്കെയാ ഇപ്പോഴത്തെ ഫാഷൻ എന്ന് തോന്നുന്നു. എന്തല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ പുറത്തിടണ്ട. അതെന്താ? ഞാൻ മാത്രം കണ്ടാ മതി. ശരിക്കും? എന്നിട്ട് തനിക്കൊരു താല്പര്യമില്ലാത്ത പോലാണല്ലോ. എന്താ? റിച്ചാർഡ്, നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ലാതെ പിന്നെ ഞാൻ വെള്ളം അടിച്ചു നിൽക്കണ പോലെ തോന്നിയ? ഇല്ല, പക്ഷെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഒരു മുയൽക്കുട്ടിയെ പോലെ. കണ്ണെടുക്കാൻ തോന്നില്ല. പക്ഷെ നിനക്ക് ചെന്നായുടെ ബുദ്ധിയാണ്. ഓ, ഡൗട്ടാണല്ലേ? അത് തെറ്റാണോ? താമ്പക്കോ, ഞാൻ തനിയെ ഡ്രസ് ചേഞ്ച് ചെയ്തോളാം. ആസ് യു വിഷ്. അപ്പൊ ഇനിയും ഞാൻ കുറെ കഷ്ടപ്പെടേണ്ടി വരുമെന്നർത്ഥം.